മാസ് ഡിഫക്റ്റ് എന്ന് എഴുതി കൊടുക്കാം. മാസ് ഡിഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണെന്ന് അറിയാമോ, നമുക്ക് ഡെൽറ്റ എം എന്നാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഡെൽറ്റ എം. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, എനർജി കുറയുവാണെങ്കിൽ മാസ് കുറയും, എനർജി കൂടുവാണെങ്കിൽ മാസ് കൂടും, ഇല്ലേ? അതായത് ഒരു ന്യൂക്ലിയസ് ഫോം ചെയ്യുന്ന സമയത്ത് പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കമ്പൈൻ ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ വരുന്നതുകൊണ്ട് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ അവിടുന്ന് കുറച്ച് എനർജി പുറത്തേക്ക് റിലീസ് ചെയ്തേ പറ്റത്തുള്ളൂ. എനർജി റിലീസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ മാസിന് കുറവുണ്ടാവും. അപ്പം ഓർത്തോണം, ആക്ച്വൽ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും മാസ് കൂട്ടുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതിനേക്കാട്ടിലും കുറവായിരിക്കും നിങ്ങൾ ആ ന്യൂക്ലിയസ് എടുത്ത് ഒരു വെയിറ്റ് നോക്കുന്ന യന്ത്രത്തിൽ വെച്ചിട്ട് തൂക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹീലിയം, ഒരു എക്സാമ്പിൾ എഴുതണ്ടേ, ഹീലിയം ന്യൂക്ലിയസിനകത്ത് ഇപ്പം ഹീലിയം ന്യൂക്ലിയസിനകത്ത് 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ഉണ്ടല്ലോ, ശരിയല്ലേ? അപ്പം അതിന്റെ നമുക്ക് 2 പ്രോട്ടോൺ നമുക്കറിയാം, എന്താണ്, ഒരു പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുമ്പോഴത്തേക്കും 1.672 ആണ്. 2 വരുമ്പോൾ 2 × 1.672. അതേപോലെ 2 ന്യൂട്രോണിന്റെ മാസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ന്യൂട്രോണിന്റെ മാസ് 1.674 × 10⁻27 ആണ്. ഞാൻ ആ 10⁻27 നെഗ്ലക്ട് ചെയ്ത് കളയുന്നു. അപ്പൊ ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക്, ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6.956 എന്ന് വല്ലതും കിട്ടും. ഓക്കെ. പക്ഷെ ആക്ച്വലി ഇങ്ങനെ അതായത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് മാസ് വരേണ്ടിയിരുന്നത്. പക്ഷെ നിങ്ങൾ തൂക്കി നോക്കുമ്പോൾ നിങ്ങൾ ആ ന്യൂക്ലിയസിനെ ഒന്ന് എന്തെങ്കിലും ഇവിടെ വെച്ച് എന്താ വെയിറ്റ് നോക്കുന്ന ഏതെങ്കിലും ഒരു ഇതിൽ വെച്ചിട്ട് വെയിറ്റ് നോക്കുക, ഇതൊക്കെ അസംഷൻ ആണ് കേട്ടോ. അങ്ങനെ തൂക്കി നോക്കി കഴിഞ്ഞാൽ ഒരു 6.232 അങ്ങനെ എന്തേ കാണത്തുള്ളൂ. അതായത് ഒരു 0.7% മാസ് കുറയും. മനസ്സിലായോ? അപ്പൊ അത് എന്തുകൊണ്ടാണ് കുറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രോട്ടോണും ന്യൂട്രോണും സെപ്പറേറ്റ് ആയിട്ടിരിക്കുമ്പോൾ ഇവർക്ക് ഇത്ര മാസ് ഒക്കെ ഉണ്ട്. കമ്പൈൻ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് കുറച്ച് എനർജി പുറത്തേക്ക് റിലീസ് ചെയ്താൽ മാത്രമേ അവരെ എന്ത് ചെയ്യത്തുള്ളൂ, അവരെ ഒരുമിപ്പിക്കാൻ പറ്റത്തുള്ളൂ. പ്രോട്ടോൺ ന്യൂട്രോൺ എല്ലാം കൂടെ ഒരുമിച്ച് എന്നാലല്ലേ ഫോം ചെയ്യത്തുള്ളൂ. അങ്ങനെ ആ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് എനർജി റിലീസ് ചെയ്യും പുറത്തേക്ക്. ആ എനർജി റിലീസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ച് മാസും കുറയും. മനസ്സിലായോ? അപ്പൊ 6.956 ആയിരിക്കേണ്ടിയിരുന്ന മാസ് 6.232. ഞാനൊരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് പറഞ്ഞത്, കൃത്യമായ വാല്യൂ ഒന്നുമല്ല. അപ്പം ഒരു 0.7% മാസ് കുറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ സൂര്യനിലും ഇത് തന്നെയാണ് നടക്കുന്നത്. ഹൈഡ്രജൻ കമ്പൈൻ ചെയ്ത് ഹീലിയം ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു 0.7% മാസ് വെച്ച് ഓരോ സമയം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇത്ര ബില്യൺ വർഷം കഴിയുമ്പോഴത്തേക്കും സൂര്യൻ പൊട്ടിത്തെറിക്കുമെന്നും അല്ലെങ്കിൽ സൂര്യൻ ഇല്ലാതാകും എന്നുള്ള ഒരു പഠനങ്ങളൊക്കെ വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പം മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഒരു ന്യൂക്ലിയസ് ഫോം ചെയ്യുന്ന സമയത്ത് പ്രോട്ടോൺ ന്യൂട്രോൺ എല്ലാം കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇരിക്കണം. അങ്ങനെ കമ്പൈൻഡ് ആകണമെങ്കിൽ ഉറപ്പായിട്ട് അവിടുന്ന് കുറച്ച് എനർജി പുറത്തേക്ക് റിലീസ് ചെയ്യണം. ആ എനർജി പുറത്തേക്ക് റിലീസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഐൻസ്റ്റീൻസ് മാസ് എനർജി റിലേഷൻ വെച്ചിട്ട് എനർജി കുറയുവാണെങ്കിൽ മാസും കുറയും. ആ കുറയുന്ന ആ എത്ര മാസ് ആണോ കുറയുന്നത് അതിനെയാണ് നമ്മൾ മാസ് ഡിഫക്റ്റ് എന്ന് പറയുക. ഓക്കെ ആണല്ലോ? അപ്പം നമുക്ക് വേണമെങ്കിൽ തന്നെ ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇതിന്റെ ഫുൾ കൺസെപ്റ്റ് എഴുതിക്കോ. ന്യൂക്ലിയസ് നമ്മൾ പറഞ്ഞു, നമ്മൾ ഇന്നലെ പറഞ്ഞത് എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന അതേപോലെ തന്നെ ആയിരിക്കും ന്യൂക്ലിയസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഈസ് represented by XAZ. ഓക്കെ, എലമെന്റിനെ ഇങ്ങനെ തന്നെ, എലമെന്റിന്റെ എഴുതുമ്പോൾ ഇസഡ് ഇലക്ട്രോണിനെയും കൂടെ കാണിക്കുന്നു എന്നുള്ളത് ഓർത്തോണം. പക്ഷെ ന്യൂക്ലിയസ് എഴുതുമ്പോൾ ഇസഡ് പ്രോട്ടോണിനെ മാത്രമാണ് കാണിക്കുന്നത്. കാരണം ന്യൂക്ലിയസിന്റെ അകത്തുള്ള ആൾക്കാരെ പറ്റി മാത്രമേ നമ്മൾ സംസാരിച്ചാൽ മതി, പുറത്തുള്ള ആൾക്കാരെ പറ്റി സംസാരിക്കണ്ട. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ ഇസഡ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ആണല്ലോ, അറ്റോമിക് നമ്പർ ആണല്ലോ, അറ്റോമിക് നമ്പർ ആണ്. അത് എന്ത് തരുന്നത്? വിച്ച് ഗീവ്സ് അറ്റോമിക് നമ്പർ, വിച്ച് ഗീവ്സ് the number of proton. ശരിക്കും നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ് തരുന്നത്, അല്ലേ? നമ്പർ ഓഫ് പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ ആയിരുന്നു തരുന്നത്. ഇലക്ട്രോണിനും പ്രോട്ടോണിനും തരുന്ന നമ്പർ ആണ് അറ്റോമിക് നമ്പർ. പക്ഷെ ഇവിടെ ഇലക്ട്രോണിന്റെ നമ്പർ തരുന്നു എന്ന് എടുക്കേണ്ട, കാരണം അത് ന്യൂക്ലിയസിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം എ മൈനസ് ഇസഡ്, നമുക്ക് പ്രോട്ടോണും ന്യൂട്രോണും മാത്രമേ ഉള്ളൂ ന്യൂക്ലിയസിനകത്ത്. ഇസഡ് എന്ന് പറയുമ്പോൾ പ്രോട്ടോണിന്റെ എണ്ണം തരുന്നു. എ മൈനസ് ഇസഡ് അല്ലേ, എ മൈനസ് ഇസഡ് എന്ന് പറയുന്നത് gives the number of neutron എണ്ണം, number of neutron തരുന്നു. ഓക്കെ, ന്യൂട്രോൺ in the nucleus. ശരിയല്ലേ?
അപ്പം ഒരു ഒരു എന്താണ് ന്യൂക്ലിയസിനകത്ത് എത്ര പ്രോട്ടോൺ കാണും? ഇസഡ് നമ്പർ ഓഫ് പ്രോട്ടോൺ. ഒരു പ്രോട്ടോണിന്റെ മാസ് mp ആണെങ്കിൽ ഇസഡ് പ്രോട്ടോണിന്റെ മാസ് mp ഇൻറ്റു ഇസഡ് എന്ന് എഴുതാലോ, ഇല്ലേ? അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം, if mp is the mass of one proton then mass of z proton, z എന്ന് പറയുമ്പോൾ ഇപ്പൊ z 5 ആണെങ്കിൽ അതിനകത്ത് 5 പ്രോട്ടോൺ ഉണ്ടെന്ന് അർത്ഥം അല്ലേ? അപ്പം mass of z proton എന്ന് പറയുമ്പോൾ എന്താവും? mass of z proton is എന്താണ്? mass of z proton എന്ന് പറയുന്നത് നമുക്ക് mp into z എന്ന് എഴുതാം അല്ലെ? z into mp അല്ലെങ്കിൽ mp into z. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി നമുക്കറിയാം if mn is the mass of one neutron. അങ്ങനെയാണെങ്കിൽ എത്ര ന്യൂട്രോൺ ഉണ്ട്? a minus z ന്യൂട്രോൺ അല്ലേ നമ്മുടെ ന്യൂക്ലിയസിനകത്തുള്ളത്? then mass of a minus z ന്യൂട്രോൺ is നമുക്ക് എന്താന്ന് എഴുതാം? mn into എന്താന്ന് എഴുതാം? a minus z എന്ന് എഴുതാം. ശരിയല്ലേ? mn into a minus z എന്ന് എഴുതാം. ശരിയാണോ? ഓക്കെ. നമുക്കറിയാം മാസ് ഓഫ് ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ, ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ പറഞ്ഞത് പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ന്യൂക്ലിയോൺ എന്ന് പറയും, ഇല്ലേ? അപ്പൊ ടോട്ടൽ ന്യൂക്ലിയോൺ എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രോട്ടോണിന്റെ എണ്ണവും ന്യൂട്രോണിന്റെ എണ്ണവും കൂടെ കൂട്ടുന്നതാണ്. ശരിയല്ലേ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, മാസ് ഓഫ് ഓൾ ന്യൂക്ലിയോൺസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? നമുക്കറിയാം ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ കണക്കാണ്. അപ്പം മാസ് ഓഫ് ടോട്ടൽ പ്രോട്ടോൺ പ്ലസ് മാസ് ഓഫ് എന്താ? മാസ് ഓഫ് ടോട്ടൽ ന്യൂട്രോൺ. ഇത് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് തരുവാണ് കേട്ടോ, ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് തരുന്നേ ഉള്ളൂ. ഓക്കെ. ഇനി മാസ് ഓഫ് ടോട്ടൽ പ്രോട്ടോൺ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്താ എഴുതാം? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, എന്താ? ഇസഡ് ഇൻറ്റു എന്താ? എം പി ആണ്. മാസ് ഓഫ് ടോട്ടൽ ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ എ മൈനസ് ഇസഡ് ഇൻറ്റു എന്താ? എം എൻ ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി ഇത് അതിന്റെ പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ എണ്ണം കൂട്ടുമ്പോൾ കിട്ടുന്ന, അതായത് നമ്മൾ നേരത്തെ 6 എന്താണ് 692 എന്തോ പറഞ്ഞ് കണ്ടുപിടിച്ചില്ലേ? അത് നമ്മൾ അതിന് ഇൻഡിവിജ്വലി പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ ഒക്കെ മാസ് വെച്ചിട്ട് ആഡ് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. അപ്പം ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അങ്ങനെ സിമ്പിൾ വെച്ചിട്ട് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് മാസ് ഓഫ് ഓൾ ന്യൂക്ലിയോൺസ്. ഓക്കെ. അപ്പം നമ്മള് ശരിക്കും ആക്ച്വൽ മാസ് ഇതല്ലല്ലോ. ആക്ച്വൽ മാസ് എന്ന് പറയുമ്പോൾ ഇതിനെക്കാട്ടിലും കുറവായിരിക്കും. ശരിയല്ലേ? അപ്പം ആക്ച്വൽ മാസ്, ലെറ്റ് ക്യാപിറ്റൽ എം ബി ദ ആക്ച്വൽ മാസ് ഓഫ് ദ ന്യൂക്ലിയസ്. ഇത് കാൽക്കുലേറ്റഡ് മാസ് ആണ് ഈ മുകളിൽ തന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, കാൽക്കുലേറ്റഡ് മാസ്, let calculated mass of nucleus is എന്താന്ന് എഴുതാം? ZMP plus a minus z into mn. ആണല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതും ഈ ക്യാപിറ്റൽ ആക്ച്വൽ മാസും ഈ കാൽക്കുലേറ്റഡ് മാസും തമ്മിലൊരു വ്യത്യാസമില്ലേ? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. എപ്പോഴും ആലോചിച്ചോണം, ഈ കാൽക്കുലേറ്റഡ് മാസ് ആക്ച്വൽ മാസിനെക്കാട്ടിലും കൂടുതലായിരിക്കും. ഓക്കെ ആണല്ലോ? ഓൾസോ അതും കൂടെ വേണം എഴുതാം. ഓൾസോ ZMP പ്ലസ് a മൈനസ് ZMN എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആക്ച്വൽ മാസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാസ് ഡിഫക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഡെൽറ്റ എം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡെൽറ്റ എം ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം? ഇവിടെ കൂടിയ മാസ് എന്താണ്? ZMP പ്ലസ് a മൈനസ് ZMN ആണ് ഇവിടുത്തെ കൂടിയ മാസ്. മൈനസ് എന്ത് ചെയ്താൽ മതി? സ്മോൾ m ചെയ്താൽ മതി. This difference in mass is called എന്താ? This difference in mass of nucleus and nucleon എന്ന് പറയുമ്പോൾ പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ ആക്ച്വൽ മാസ്, പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ കാൽക്കുലേറ്റഡ് മാസ്, മറ്റേ മാസ് ഓഫ് ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ അതിന്റെ ആക്ച്വൽ മാസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദിസ് ഡിഫറൻസ് ബിറ്റ്വീൻ മാസ് ഓഫ് ന്യൂക്ലിയസ് ആൻഡ് ന്യൂക്ലിയോൺസ് is called as mass defect. ഇത് പഠിച്ചോണം, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് മാസ് ഡിഫക്റ്റ്.
ഓക്കെ, ഇത് ഒന്നുകൂടെ ചെറുതാക്കി തരാം, നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ വേണ്ടി നോക്കിക്കോളൂ. ഒന്നുകൂടെ ചെറുതാക്കാം. നമ്മൾ മാസ് ഡിഫക്റ്റിനെ പറ്റിയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. മാസ് ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, നമ്മൾ ഇപ്പം ഹീലിയത്തിനകത്ത് 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ഉണ്ടെങ്കിൽ പ്രോട്ടോണിന്റെ മാസും ന്യൂട്രോണിന്റെ മാസും ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്കറിയാം. അത് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മാസ് കിട്ടും. പക്ഷെ നിങ്ങൾ എങ്ങനെ ആ ഹീലിയം ന്യൂക്ലിയസിനെ ഒരു അളവ് നോക്കുന്ന ഒരു യന്ത്രത്തിൽ വെച്ചിട്ട് മാസ് നോക്കിയാലും ഒരിക്കലും എന്ത് വരത്തില്ല, ഒരിക്കലും ആ കാൽക്കുലേറ്റഡ് മാസും നിങ്ങൾ ആ അളന്ന മാസും ഈക്വൽ വരത്തില്ല. കാൽക്കുലേറ്റഡ് മാസ് എപ്പോഴും കൂടുതലായിരിക്കും, അളന്ന മാസ് കുറവായിരിക്കും. അപ്പം അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണും ഇൻഡിവിജ്വൽ സ്റ്റേറ്റിൽ ഇരുന്നിട്ട് സ്റ്റേറ്റിൽ നോക്കുമ്പോൾ അതിന്റെ മാസ് ഒക്കെ കൂട്ടി നോക്കുമ്പോൾ ഒരു വാല്യൂ കിട്ടും. പക്ഷെ ആ പ്രോട്ടോണും ന്യൂട്രോണും കമ്പൈൻ ചെയ്യുമ്പോഴാണല്ലോ ആ ന്യൂക്ലിയസ് ഉണ്ടാകുന്നത്. ആ കമ്പൈൻ ചെയ്യുമ്പോൾ പ്രോട്ടോണും ന്യൂട്രോണും കമ്പൈൻ ചെയ്ത അവസ്ഥയിൽ ഇരിക്കണമെങ്കിൽ അവിടുന്ന് കുറച്ച് എനർജി പുറത്തേക്ക് റിലീസ് ചെയ്യണം. ഐൻസ്റ്റീൻസ് മാസ് എനർജി റിലേഷൻ വെച്ചിട്ട് എനർജി റിലീസ് ചെയ്യുകയാണെങ്കിൽ എനർജി കുറയുന്നു എന്നർത്ഥം. എനർജി കുറയുകയാണെങ്കിൽ മാസ് കുറയുന്നതാണ് ഐൻസ്റ്റീൻ പറയുന്നത്. അപ്പം ആ കുറയുന്ന മാസിനെയാണ്, എത്ര മാസ് കുറഞ്ഞു അതിനെയാണ് നമ്മൾ മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ തന്നെ ഇങ്ങനെ ഒരു ന്യൂക്ലിയസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് എക്സ് എ ഇസഡ് എന്ന് എഴുതി. ഇസഡ് അതിന്റെ ആറ്റോമിക് നമ്പർ, അത് നമ്പർ ഓഫ് പ്രോട്ടോണെ മാത്രമേ തരത്തുള്ളൂ. ന്യൂക്ലിയസിന്റെ കേസ് പറയുമ്പോൾ ഇസഡ് പ്രോട്ടോണിന്റെ നമ്പർ മാത്രമേ തരത്തുള്ളൂ, ഇലക്ട്രോണിന്റെ നമ്പർ തരത്തില്ല. കാരണം ന്യൂക്ലിയസിനകത്ത് ഇലക്ട്രോൺ ഇല്ല. ഓക്കെ, ന്യൂട്രോൺ കണ്ടുപിടിക്കാൻ എ മൈനസ് ഇസഡ് എന്നുള്ള കാര്യം നമുക്കറിയാം, ഇന്നലെ നമ്മൾ പഠിച്ചിരുന്നു. ഒരു പ്രോട്ടോണിന്റെ മാസ് എം ബി ആണെങ്കിൽ ഇസഡ് പ്രോട്ടോണിന്റെ മാസ് ഇസഡ് ഇൻറ്റു എം ബി ആയിരിക്കും. ഒരു ന്യൂട്രോണിന്റെ മാസ് എം എൻ ആണെങ്കിൽ എ മൈനസ് ഇസഡ് ന്യൂട്രോണിന്റെ മാസ് എം എൻ ഇൻറ്റു എ മൈനസ് ഇസഡ് ആയിരിക്കും. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു ഈ പ്രോട്ടോണെ ന്യൂട്രോണെ ന്യൂക്ലിയോൺസ് എന്നാണ് പറയുന്നത്, ഇന്നലെ പറഞ്ഞായിരുന്നു. അപ്പം ടോട്ടൽ മാസ് ഓഫ് ന്യൂക്ലിയോൺസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം, ആ പ്രോട്ടോണിന്റെ മാസും ന്യൂട്രോണിന്റെ മാസും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പം ഇസഡ് ഇൻറ്റു എം ബി പ്ലസ് എ മൈനസ് ഇസഡ് ഇൻറ്റു എം എൻ ആണ്. അങ്ങനെയാണെങ്കിൽ ലെറ്റ് എം ബി ദ ആക്ച്വൽ മാസ്. നിങ്ങൾ അത് ഒരു വെയിറ്റ് നോക്കുന്ന യന്ത്രത്തിൽ വെച്ചിട്ട് അളന്ന് നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഒരു മാസ് കിട്ടി, അതിനെ ക്യാപിറ്റൽ എം എന്ന് എടുത്തു. പക്ഷെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത മാസും അളന്ന മാസും എന്താണ് വ്യത്യാസമുണ്ട്. കാൽക്കുലേറ്റ് ചെയ്ത മാസ് അളന്ന മാസിനെക്കാട്ടിലും കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവരുടെ ഡിഫറൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഐൻസ്റ്റീൻസ് മാസ് എനർജി റിലേഷൻ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതേണ്ടി വരും. അപ്പോൾ അത് എന്താന്നുള്ള കാര്യമാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, ലാസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തവര് നോട്ട്സ് എഴുതിയെടുക്കണം. ഞാനിപ്പോൾ അടുത്തതിലേക്ക് പോവാണ്. ബൈൻഡിങ് എനർജി, ബൈൻഡിങ് എനർജി ഹെഡിങ് എഴുതിക്കോളൂ. ബൈൻഡിങ് എനർജി, ബൈൻഡിങ് എനർജി. ഈ ബൈൻഡിങ് എനർജിയുടെ ടേമിൽ നമ്മൾ മറ്റേ ആ ഐൻസ്റ്റീൻസ് മാസ് എനർജി റിലേഷൻ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തുന്നുണ്ട്. ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ അറിയോ, പ്രോട്ടോണെ ന്യൂട്രോണെ ഒരുമിച്ച് ബൈൻഡ് ചെയ്ത് നിൽക്കുമ്പോഴല്ലേ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ശരിക്കും പ്രോട്ടോണും ന്യൂട്രോണും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഇരിക്കുകയാണെങ്കിൽ ന്യൂക്ലിയസ് അല്ല. മനസ്സിലായോ? അപ്പം അതായത് എന്താണ് ന്യൂക്ലിയസ് നമുക്ക് പറയാൻ പറ്റത്തില്ല. പ്രോട്ടോണും ന്യൂട്രോണും കമ്പൈൻഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ബൈൻഡ് ചെയ്ത് വെക്കാൻ ആവശ്യമായിട്ടുള്ള എനർജിയാണ് ബൈൻഡിങ് എനർജി. നമുക്ക് അവരെ പൊട്ടിക്കണം, ഈ ന്യൂട്രോണിനെ പുറത്ത് ചാടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അറിയോ, ആ ബൈൻഡിങ് എനർജിനെ ഓവർകം ചെയ്യുന്ന ഒരു എനർജി നമ്മൾ വെളിയിൽ നിന്ന് കൊടുത്താൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ, ആ ന്യൂട്രോണിനെയും പ്രോട്ടോണിനെയും പൊട്ടിച്ചിട്ട് അവർ നമ്മൾ അട്രാക്ഷൻ പൊട്ടിച്ചിട്ട് എന്ത് സംഭവിക്കും, ഇത് പുറത്തേക്ക് ചാടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പം ഓർത്തോണം, ബൈൻഡിങ് എനർജി എന്ന് പറയുമ്പോൾ ഈ പ്രോട്ടോണെ ന്യൂട്രോണെ അല്ലെങ്കിൽ ന്യൂക്ലിയോണിനെ ഈ ന്യൂക്ലിയസിനകത്ത് ബൈൻഡ് ചെയ്ത് വെക്കാൻ ആവശ്യമായിട്ടുള്ള എനർജിനെയാണ് നമ്മൾ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത്. ചില ടെക്സ്റ്റിനകത്ത് ഇങ്ങനെയും പറയും, എനർജി റിക്വയർഡ് ടു ബ്രേക്ക് ദ അട്രാക്ഷൻ ബിറ്റ്വീൻ എന്താണ് ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ്. അങ്ങനെ അതിനെയും ബൈൻഡിങ് എനർജി എന്ന് പറയും. ശരിയല്ലേ? അതായത് എന്താണ് നിങ്ങൾക്ക് എത്ര എനർജി വേണം അതിനെ ബൈൻഡ് ചെയ്ത് വെക്കാൻ, അത്രയും തന്നെ എനർജി വേണം, അല്ലെ അത്രയും അല്ല അതിൽ കൂടുതൽ എനർജി വേണം അതിനെ പൊട്ടിച്ച് പുറത്ത് അടിക്കാൻ. ശരിയല്ലേ? അപ്പം എഴുതിക്കോളൂ. ബൈൻഡിങ് എനർജി എന്ന് എഴുതിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, it is the energy required to to bind the nucleons എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും വിടും. nucleons inside the nucleus, inside the nucleus.
It is the energy required to bind nucleons inside the nucleus. അപ്പം ഇനി ബൈൻഡിങ് എനർജി നമ്മൾ എങ്ങനെ എടുക്കുന്നത് അറിയോ? നമ്മുടെ ഐൻസ്റ്റീൻ റിലേഷനെ നമ്മൾ ഇങ്ങനെ ആക്കുന്നു. ബൈൻഡിങ് എനർജി E is equal to delta mc square എന്നാകുന്നു. mc square എന്നായിരുന്നു, അതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് delta mc square എന്നാക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി നമുക്കൊരു ഒരു എന്താണ് ഗ്രാഫ് പഠിക്കാനുണ്ട്. ആ ഗ്രാഫ് എന്താണെന്നറിയാമോ? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ, അതായത് ഒരു ന്യൂക്ലിയോണിനെ ബൈൻഡ് ചെയ്ത് വെക്കാൻ ആവശ്യമായിട്ടുള്ള എനർജി, അതാണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ആ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണും മാസ് നമ്പറുമായിട്ട്, അതായത് ബൈൻഡിങ് എനർജി ഇപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്ന ബൈൻഡിങ് എനർജി ബൈ മാസ് നമ്പർ, അതാണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത്. ആ ന്യൂക്ലിയോണും മാസ് നമ്പറും ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഗ്രാഫ് വരയ്ക്കാൻ പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ആ ഗ്രാഫിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? ആ ഗ്രാഫും പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട്. അതിന് 3 അവസ്ഥകളുണ്ട്, 3 കണ്ടീഷൻസ് ഉണ്ട്. ആ 3 കണ്ടീഷൻസും പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് ഒരു ഡോട്ട് ഇട്ടിട്ട് ഒരു ഡോട്ട് കൂടി ഇട്ടിട്ട് എഴുതാം. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ is given by binding energy per nucleon is given by ബൈൻഡിങ് എനർജിനെ E എന്ന് എടുക്കാം, അല്ലെങ്കിൽ BE എന്ന് എടുക്കാം. BE ഡിവൈഡഡ് ബൈ പെർ എന്താണ് ഇങ്ങനെയായിരിക്കും എടുക്കുന്നത് കേട്ടോ. അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യും, അതിന് ഇങ്ങനെ അങ്ങ് എഴുതിയിട്ട് ഈസ് ഈക്വൽ ടു നമുക്ക് ഡെൽറ്റ mc സ്ക്വയർ ഡിവൈഡഡ് ബൈ A എന്ന് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, അതായത് ഇതിനെ നമ്മൾ y ആക്സിസിൽ പ്ലോട്ട് ചെയ്തിട്ട് മാസ് നമ്പറിനെ മാത്രം x ആക്സിസിൽ പ്ലോട്ട് ചെയ്തിട്ട് ഗ്രാഫ് വരച്ചാൽ എങ്ങനെ ഇരിക്കും? അതാണ് ബൈൻഡിങ് എനർജി കർവ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്, ഓർത്ത് വെച്ചോണം. ഇനി ഒരു ഡോട്ട് ഇട്ടിട്ട് ഒരു കാര്യം കൂടെ എഴുതിക്കോ. ബൈൻഡിങ് എനർജി per nucleon determines the stability if binding energy per nucleon is high. Binding energy per nucleon is high. The atom is highly stable. And vice versa. എന്ന് പറഞ്ഞാൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഡിറ്റർമൈൻ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ ഈ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ് സ്റ്റെബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഹൈ ആണെങ്കിൽ ആറ്റം നല്ല സ്റ്റേബിൾ ആയിരിക്കും. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറവാണെങ്കിൽ ആറ്റം സ്റ്റെബിലിറ്റി കുറവായിരിക്കും എന്നുള്ള കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് ബൈൻഡിങ് എനർജി കർവ് വരയ്ക്കാം. ആ കർവ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഇത്ര എഴുതിക്കും, എഴുതാനുള്ള എഴുതി. ഓക്കെ, അടുത്തതായിട്ട് എഴുതിക്കോ ബൈൻഡിങ് എനർജി കർവ് എന്ന് എഴുതിക്കോ. ബൈൻഡിങ് എനർജി കർവ്. ബൈൻഡിങ് എനർജി കർവിനകത്ത് നോക്കിക്കോളൂ. ബൈൻഡിങ് എനർജി കർവിനകത്ത് തന്നെ ഇങ്ങനെയായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇച്ചിരി ഇങ്ങോട്ടേക്ക് നീട്ടി വരയ്ക്കുക. നമ്മൾ y ആക്സിസിൽ നമ്മൾ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൊടുക്കുന്നു. x ആക്സിസിൽ നമ്മൾ മാസ് നമ്പർ കൊടുക്കുന്നു. 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു x ആക്സിസിനെ, അതായത് 30 മാസ് നമ്പർ വരെ ഉള്ളത്, പിന്നെ 120 മാസ് നമ്പർ വരെ ഉള്ളത്, പിന്നെ അതിന് മുകളിലോട്ട്. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഓർത്തോണം, നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ മാസ് നമ്പർ കൂടുന്നതിനനുസരിച്ച് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുന്നു എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ,
നമ്മൾ മാസ് നമ്പർ കൂടുന്നതിനനുസരിച്ച് ബൈൻഡിങ് എനർജി കൂടി. ഇവിടെ വരെ സ്റ്റീപ്പായിട്ട് വന്നു. വീണ്ടും ഇവിടെ എന്താ, ഇവിടെ ഒരു ഡൗൺഫോൾ ഉണ്ടായി. വീണ്ടും മുകളിലോട്ട് വന്നു. വീണ്ടും ഒരു ഡൗൺഫോൾ ഉണ്ടായി. വീണ്ടും മുകളിലോട്ട് വന്നു. വീണ്ടും ഒരു ഡൗൺഫോൾ ഉണ്ടായി. പിന്നീട് ഇവിടെ നിന്ന് ഒരൊറ്റ കയറ്റമാണ്. മാക്സിമം വന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു, വീണ്ടും തന്നെ ഇങ്ങനെ താഴോട്ട് പോകുന്നു. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഈ ഗ്രാഫിനകത്ത് 3 പാർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നു. 30 വരെ, അതായത് അറ്റോമിക് നമ്പർ 30 വരെ ഉള്ളത്, സോറി മാസ് നമ്പർ 30 വരെ ഉള്ളത്, 30 തൊട്ട് 120 വരെ ഉള്ളത്, 120 മുകളിലോട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ മാർക്കിംഗ് ചെയ്യാൻ നോക്കിയോ, ഇത് ഹീലിയത്തിന്റെയാണ്, ഹീലിയത്തിന്റെ He24. അടുത്ത ആ സ്ലോ എന്താണ്, ഇത് എന്താണ് ഹയർ പോയിന്റ് വന്നിരിക്കുന്നത് കാർബൺ 12 6ന്റെയും, അടുത്തത് ഓക്സിജൻ 6 അല്ല ഓക്സിജൻ 8 16 കേട്ടോ. ഇത് 3 മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ Fe എന്നും കൂടെ മാർക്ക് ചെയ്യുക. ഈ പോയിന്റ് ഏറ്റവും മാക്സിമം Fe ക്കാണ്. Feയുടേത് 8.75 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ് അതിന്റെ ബൈൻഡിങ് എനർജി. അത്ര എനർജി കൊടുത്താലേ അവൻ പൊട്ടി അവന്റെ എന്താണ് ഈ പ്രോട്ടോൺ ന്യൂട്രോൺ തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇത്ര എനർജി വെച്ചിട്ടാണ് അയണ് അവന്റെ എന്താണ് പ്രോട്ടോണിനെ ന്യൂട്രോണിനെ ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് വളരെ ഒരു ഹൈ എനർജിയാണ്. ഇനി ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് യുറാനിയം 92 238 അതൊക്കെ റേഡിയോ ആക്റ്റീവ് ആണ്. ഓക്കെ, അപ്പം അതിന്റെ ഒരു അളവും കൂടെ ഏകദേശം ഒരു 7.6 MeV ആണ്. അത് ഓൾമോസ്റ്റ് ഇത്തിരി ഹൈ ആണ്. ഓക്കെ ആണല്ലോ. അപ്പം ഇത് നമ്മൾ പഠിക്കാനായിട്ട് പോവാണ്. അതായത് ഈ ഗ്രാഫ് ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഈ ഗ്രാഫിന്റെ എന്തുകൊണ്ട് ഇങ്ങനെ വരയ്ക്കാനായിട്ടുള്ള കാരണം, എന്തുകൊണ്ട് Fe കൂടുതൽ വന്നു, എന്തുകൊണ്ട് 30ന് താഴോട്ടുള്ള പല പോയിന്റിലും ഈ ഡൗൺഫോളും അതേപോലെ തന്നെ മുകളിലോട്ടുള്ള, അതായത് എന്താണ് ഒരു സ്റ്റെപ്പ് പോലെ ഉണ്ടായി, അതെന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ Fe കഴിഞ്ഞിട്ട് പിന്നെ ചെറിയൊരു എന്താണ് അതായത് ബൈൻഡിങ് എനർജി താഴോട്ട് പോകുന്നു, അതെന്തുകൊണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പം ഗ്രാഫിക്കൽ ഇത് ഒന്ന് വരച്ചു, ഇത് വരച്ചിട്ട് ഗ്രാഫിക്കൽ ഫൈൻഡിങ് പറയാം. ഓക്കെ, വരച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഗ്രാഫിക്കൽ ഫൈൻഡിങ്സ് ഒന്ന് എഴുതാം. നോക്കിക്കോളൂ. ഫോർ ഇത് പഠിച്ചോണം, ഇത് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. ഫോർ ന്യൂക്ലിയസ് ഹാവിങ് മാസ് നമ്പർ ലോവർ മാസ് നമ്പർ എന്ന് കൊടുക്കുക. ലോവർ മാസ് നമ്പർ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ ഈസ് ലോവർ. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഈസ് ലോവർ. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു തോന്നുന്നു, അല്ല അത് നമ്മളെ സ്റ്റെബിലിറ്റിയെ പറ്റിയാണ് പറഞ്ഞത്. ഓക്കെ, അതായത് മാസ് നമ്പർ കുറവുള്ളവർക്കെല്ലാം ബൈൻഡിങ് എനർജി കുറവായിരിക്കും. നോക്കി, അതായത് മാസ് നമ്പർ 30 കുറവുള്ളവർക്കൊക്കെ ഉണ്ടോ ഏകദേശം. ഇത് ഗ്രാഫ് ഇങ്ങനെ അല്ല കേട്ടോ, ഇത് ശരിക്കും തന്നെ ഇങ്ങനെ വന്ന് ഇങ്ങനെ മുകളിലോട്ട് പോയിട്ട് പിന്നെ അതിനിങ്ങനെ വരുന്നത്. അപ്പൊ 30 വരെയൊക്കെ എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗം വരെ 30 വരത്തുള്ളൂ. ശരിക്കും പറയാം, നമുക്ക് അങ്ങനെ അത്രയും വലുതായിട്ട് വരയ്ക്കാൻ പറ്റാത്തത് നമ്മൾ ഇങ്ങനെ വരച്ചതാ. ഓക്കെ, അപ്പൊ 30 വരെ അറ്റോമിക് നമ്പർ വരുമ്പോൾ ബൈൻഡിങ് എനർജി ഈ ഒരു റേഞ്ചിലേ കൂടുള്ളൂ. പിന്നീട് വേണം 30 മുകളിലോട്ടാണ് ബൈൻഡിങ് എനർജി നന്നായിട്ട് കൂടുന്നത്. പിന്നെ 120 മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി ചെറിയ വേരിയേഷനേ ഉള്ളൂ. ഇങ്ങനെയാണ് ഗ്രാഫ് ആക്ച്വലി ഇരിക്കുന്നത്. നമ്മൾ അങ്ങനെ വലുതായിട്ട് ഗ്രാഫ് വരച്ചില്ല. ഓക്കെ, അപ്പം ഇവര് പറയുന്നത് ലോവർ മാസ് നമ്പറിനുള്ളതിന് ബൈൻഡിങ് എനർജി കുറവായിരിക്കും എന്നാണ് പറയുന്നത്, ലോ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് 30ന് താഴോട്ടുള്ളവരുടെ കാര്യമാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, പക്ഷെ അവിടെ ചില ആൾക്കാരുടെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണിന്റെ കർവ് ഉണ്ടോ, ചില അതായത് He24ന്റെയും കാർബൺ 612ന്റെയും ഓക്സിജൻ 816ന്റെയും. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ, ഇതിനകത്തൊക്കെ പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ എണ്ണം ഈക്വൽ ആണ്. പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ എണ്ണം ഈക്വൽ ആണെങ്കിൽ 8 പ്രോട്ടോണിനെ 8 ന്യൂട്രോണിന് കൃത്യമായിട്ട് പിടിച്ചു വെക്കാനായിട്ട് പറ്റും. ബാക്കിയുള്ളതിനൊക്കെ അങ്ങനെ പറ്റത്തില്ല. മനസ്സിലായോ? ഒരെണ്ണം ചിലപ്പം പ്രോട്ടോണിന്റെ എണ്ണം ഒരെണ്ണം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെറിയ ന്യൂട്രോണിന്റെ എണ്ണം കുറച്ച് കൂടുതലായിരിക്കും, ഒന്നോ രണ്ടോ ഒക്കെ കൂടുതലായിരിക്കും.
അപ്പൊ അവര് തമ്മിൽ ഒരു ഇംബാലൻസ് വരും. അവർ പിടിച്ചു വെക്കും, പിടിച്ചു വെക്കാതെ വേറെ വഴിയില്ല. പക്ഷെ കമ്പയർഡ് ടു ഈ മൂന്ന് ആൾക്കാര് അവിടെ ഈക്വൽ പ്രോട്ടോണും ഈക്വൽ ന്യൂട്രോണും ആയതുകൊണ്ട് തന്നെ അവർക്ക് ആ ലോവർ മാസ് നമ്പർ ആയിരുന്നിട്ട് കൂടി ആ ലോവർ മാസ് നമ്പർ ഉള്ള ആൾക്കാരെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതൽ കണ്ടോ. അതാണ് ഒന്ന് മുകളിലോട്ട് കയറിയിട്ട് താഴോട്ട് വരുന്നത് കണ്ടോ. അല്ലെങ്കിൽ അത് ഇങ്ങനെ അങ്ങ് പോകേണ്ടതായിരുന്നു. പക്ഷെ എന്താ, ബാക്കിയുള്ളവരെക്കാട്ടിലും ഒക്കെ കുറച്ചുകൂടെ കൂടുതലായിരിക്കും ഇവർക്ക്. അതിന്റെ കാരണം അതിനകത്ത് ഈക്വൽ പ്രോട്ടോൺ നമ്പർ ഓഫ് പ്രോട്ടോൺ ഈസ് ഈക്വൽ നമ്പർ ഓഫ് ന്യൂട്രോൺ എന്ന അവസ്ഥയിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. ഓക്കെ ആണല്ലോ. അപ്പം അത് ഒന്ന് മെൻഷൻ ചെയ്യണം. ഒരു ഡോട്ട് ഇട്ടിട്ട് എലമെന്റ്സ് ഹാവിംഗ് mass numbers less than 30 have low binding energy per nucleon. Such nucleons have less stability കുറവാണ്. അവർ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നറിയോ, in order to attain stability they combine with other nuclei having same mass number and undergo nuclear fusion and attains stability by increasing binding energy per nucleon. ഞാൻ പറഞ്ഞുതരാം. 30-ന് താഴോട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് നോക്കിയേ, അവരെല്ലാം രണ്ട് ഡയാറ്റോമിക് മോളിക്യൂളാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. മിക്കവാറും ഉള്ളവരെല്ലാം ഡയാറ്റോമിക്കാ. അതെന്താണെന്നറിയാമോ? അവര് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അവരുടെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറവായിരിക്കും. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറവായതുകൊണ്ട് തന്നെ ഇപ്പം O മാത്രം എടുക്കുകയാണെങ്കിൽ O ഇട്ടേരെ, ഫ്ലൂറിന്റെ കേസ് എടുക്കാം. ഫ്ലൂറിൻ മാത്രം എടുക്കുകയാണെങ്കിൽ ഫ്ലൂറിൻ F2 ആയിട്ടായിരിക്കുന്നത്, ക്ലോറിൻ Cl2 ആയിട്ടായിരിക്കുന്നത്, ബ്രോമിൻ Br2 ആയിട്ടായിരിക്കുന്നത്. അതൊക്കെ പിന്നെ 30 മോൾ മാസ് നമ്പർ ഫ്ലൂറിന്റെ എടുക്കാം. ഫ്ലൂറിൻ F2 ആയിട്ടിരിക്കാൻ കാരണം F ആയിട്ട് അവൻ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എന്താണെന്നറിയോ? F ആയിട്ടിരിക്കുന്ന സമയത്ത് അവന്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറവായതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നറിയാമോ? ബൈൻഡിങ് എനർജി കൂട്ടണം. ബൈൻഡിങ് എനർജി കൂട്ടിയാലേ സ്റ്റെബിലിറ്റി കൂടുള്ളൂ. ബൈൻഡിങ് എനർജി കൂട്ടാനും സ്റ്റെബിലിറ്റി കൂട്ടാനും അവൻ എന്ത് ചെയ്തു? അവന്റെ തന്നെ മാസ് നമ്പർ ഉള്ള അവന്റെ വേറൊരു എലമെന്റുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അവിടെ രണ്ട് ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിനെ ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പം കുറവ് ബൈൻഡിങ് എനർജി ഉള്ള രണ്ട് ന്യൂക്ലിയസ് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ അവരുടെ ബൈൻഡിങ് എനർജി കൂടി എന്താണ് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് പല മോളിക്കൂളും എന്താണ് മോണോ ആറ്റോമിക് വിട്ടിട്ട് ഡയാറ്റോമിക് ആയിട്ട് തുടരാൻ കാരണം. എക്സെപ്ഷൻസ് ഉണ്ട്, എന്നിരുന്നാൽ പോലും ഇതാണ് ജനറൽ കൺസെപ്റ്റ്. ഡൗട്ട് ഉണ്ടോ ചോദിക്കാം. ഓക്കെ, ഇനി അടുത്ത ഇതിന്റെ ഈ ഗ്രാഫിക്കൽ കൺസെപ്റ്റ് എന്താ ചോദിച്ചു കഴിഞ്ഞാല്, അടുത്തത് 30-ന് താഴെയുള്ള ആൾക്കാരുടെ കാര്യം പറഞ്ഞു. ഇനി 30-നും 120-നും ഇടയ്ക്കുള്ള ആൾക്കാരുടെ കാര്യം പറയാണ്. elements having mass number from 30 to 120 approximate ആണ്, have high binding energy per nucleon. Binding energy per nucleon and therefore high stability. ഇവിടെയാണ് അയൺ ഒക്കെ ഉൾപ്പെടുന്നത്. അപ്പം ഹൈ സ്റ്റേബിൾ എലമെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ അയൺ ആണ്. അത് ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ 8.75 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. അത് ഞാൻ എഴുതുന്നില്ല, അത് ഓൾറെഡി അവിടെ എഴുതിയിട്ടുള്ളതാണ്. ഇനി ഒരു പാർട്ട് കൂടെ ഉണ്ട് ഇതിന്. അത് എലമെന്റ് ഹാവിങ് എന്താ, മാസ് നമ്പർ ഗ്രേറ്റർ ദാൻ 120 ആണ്. അതായത് 120-ൽ കൂടുതലുള്ളത്. 120-ൽ കൂടുതലുള്ളത് എന്ന് പറയുമ്പോൾ
എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നമുക്കൊന്ന് എഴുതാം. ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതിക്കോ. elements having elements elements having elements having mass numbers mass numbers mass numbers mass numbers from 120 and above shows decreasing binding energy energy per nucleon. ശരിയല്ലേ? അത് മറ്റേനെ വെച്ച് നോക്കുമ്പോൾ 30 മുതൽ 120 വരെയുള്ള ആൾക്കാരുടെ ബൈൻഡിങ് എനർജി വെച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ഡിക്രീസ് കാണിക്കുന്നുണ്ട് 120 മുകളിലോട്ടുള്ള ആൾക്കാർ. ഓക്കെ, അപ്പൊ അവരുടെയും ബൈൻഡിങ് എനർജി കുറയുന്നതുകൊണ്ട് അവർക്കും സ്റ്റെബിലിറ്റി കുറവായിരിക്കും. സ്റ്റേബിൾ ആവാൻ വേണ്ടി എന്ത് ചെയ്യുന്നറിയാമോ? അവർ ഫിഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യും. കാരണം ഒരു വലിയ ന്യൂക്ലിയസ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, അവർക്ക് ബൈൻഡിങ് എനർജി കുറയുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും? അവർ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് ചെറിയ ന്യൂക്ലിയസ് ആക്കി മാറ്റുമ്പോൾ അത് ഏകദേശം ഈ 30-നും 120-നും ഇടയ്ക്ക് റേഞ്ച് വരും. അങ്ങനെയാണ് ഈ റേഡിയോ ആക്ടിവിറ്റി ഒക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് റേഡിയേഷൻ, അതായത് റേഡിയേഷൻ എമിറ്റ് ചെയ്ത് ന്യൂക്ലിയസ് ഡിസിന്റഗ്രേഷൻ സംഭവിക്കും. മനസ്സിലായോ? അപ്പം അതും കൂടെ എഴുതിയേക്കാം. ഇൻ ഓർഡറിന്റെ ബാക്കിയായിട്ട് in order to attain stability they undergo nuclear fission. They undergo nuclear fission reaction and breaks into two parts. Hence mass number of two broken fragments അങ്ങനെ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഫ്രാഗ്മെന്റിന്റെ മാസ് നമ്പർ എന്ന് പറയുമ്പോൾ will fall in the range between 30 and 120. Hence binding energy per nucleon increases. Binding energy per nucleon increases. അതായത് 230 ഒക്കെ ആയിട്ടുള്ള ആൾക്കാരെ അതെന്ത് ചെയ്യും? ഒരു 72ഉം ഒരു 118 ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് എന്താ അവിടെ അത് രണ്ടുപേരും 30-നും 120-നും ഇടയ്ക്ക് റേഞ്ച് വരിക. 30-നും 120-നും റേഞ്ച് ഉള്ള ആൾക്കാർക്ക് എന്താണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ കൂടുതലാണ്, സ്റ്റെബിലിറ്റി കൂടുതലാണ്. അപ്പം 232, 230, 228 മാസ് ഒക്കെ ഉള്ള ആൾക്കാർ എന്താണ് ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ, ന്യൂക്ലിയസ് വലിയ ന്യൂക്ലിയസിനെ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ന്യൂക്ലിയസ് ആക്കി മാറ്റിയിട്ട് അതെന്ത് ചെയ്യും? അത് ഈ ഒരു കാറ്റഗറിയിലേക്ക് വരും. ഏതാ? ബൈൻഡിങ് എനർജി കൂടിയ കാറ്റഗറിയിലേക്ക് വരും എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഒരു സ്പെഷ്യൽ റെഫറൻസ് കൊടുത്തിട്ട് ആ സ്റ്റീപ്പ് ഫ്ലോപ്പ് ഒക്കെ അവിടെ ഉണ്ടായില്ലേ, ഡൗൺഫോൾ ഉണ്ടായില്ലേ, അതിനെ പറ്റിയും കൂടെ ഈ ഗ്രാഫിനകത്ത് പറയുന്നുണ്ട്. അപ്പം അതും കൂടെ ഒന്ന് എഴുതിയേക്കാം. ഒരു ഡോട്ട് ഇട്ടിട്ട് from the graph we can see that He24, carbon C612, oxygen 816 shows a small peak in its binding energy per nucleon indicating they have extra stability as they have equal number of proton and neutron.
അപ്പൊ നമ്മുടെ ഏകദേശം ഒരു സെഷൻ തന്നെ ഒരു ന്യൂക്ലിയർ ഫോഴ്സും കൂടെ പഠിക്കാനുള്ളൂ. ന്യൂക്ലിയർ ഫോഴ്സിനകത്ത് ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷനും പിന്നെ അതേപോലെ എനർജി ജനറേഷൻസ് ഉണ്ട്. അത് നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നോക്കാം, അല്ലെങ്കിൽ റിവിഷൻ സമയത്ത് അത് പറഞ്ഞു തരാം. അതെന്തായാലും പഠിച്ചിട്ട് പോകണം. 2022 ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ മാർക്ക് കൊടുത്തു കാണും, എന്നാലും എനർജി ജനറേഷൻ ഇൻ സണ്ണെന്ന് ഡയറക്റ്റ് ടോപ്പിക്ക് കൊടുത്തിട്ടില്ല. എന്നാലും അതുമായിട്ട് ബന്ധപ്പെട്ട എനർജി ജനറേഷൻ ഇൻ സ്റ്റാർ എന്ന് പറയുന്നൊരു ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട് സിലബസിനകത്ത്. അത് ഈ തവണ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ഞാനത് പഠിപ്പിക്കുന്നില്ല. അത് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വലിയ ഇക്വേഷൻസ് ആണ്, മൂന്നാല് സെറ്റ് ഇക്വേഷൻസ് ആണ്. അത് ബൈഹാർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ ഏകദേശം ഒരു 70%, 70 ഒരു 80% ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി ഒരു 20% ടോപ്പിക്കും കൂടെ ഉള്ളൂ. അതിനകത്ത് ആദ്യം പഠിക്കാനുള്ള ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ന്യൂക്ലിയസിനകത്തുള്ള ഫോഴ്സ് ആണ്, അതിനെയാണ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ന്യൂക്ലിയസിനകത്ത് ഫോഴ്സ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ന്യൂക്ലിയസിനകത്ത് 2 ആൾക്കാർ മാത്രമേ ഉള്ളൂ, ഒന്ന് പ്രോട്ടോണും ഒന്ന് ന്യൂട്രോണും. ഓക്കെ. അപ്പൊ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും മാത്രമേ ഉള്ളൂ. ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും അല്ല, ചിലപ്പോൾ 5 പ്രോട്ടോണും 5 ന്യൂട്രോണും, ചിലപ്പം എന്താണ് 75 പ്രോട്ടോണും 75 ന്യൂട്രോണും, അങ്ങനെയൊക്കെ ആയിരിക്കും ഉള്ളത് അല്ലേ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കേ, ഈ പ്രോട്ടോണും ന്യൂട്രോണും 75 എണ്ണം ഉണ്ടെങ്കിൽ ഈ പ്രോട്ടോണും ന്യൂട്രോണും എല്ലാം ഇങ്ങനെ എന്ത് ചെയ്യണം, അടുത്തടുത്ത് ഒരുമിച്ച് എന്ത് ചെയ്യണം, ഇങ്ങനെ കമ്പൈൻഡ് ആയിട്ട് വെച്ചാൽ മാത്രമേ ഒരു ന്യൂക്ലിയസ് ഫോം ചെയ്യത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, എങ്ങനെ ഈ പോസിറ്റീവ് ചാർജ് ഉള്ള 2 പ്രോട്ടോണെ അടുപ്പിച്ച് നിർത്താൻ പറ്റും. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളത് പോസിറ്റീവ് ആയിട്ടുള്ള 2 ആൾക്കാർ അടുത്ത് വന്നാൽ റിപ്പൽ ചെയ്യുമെന്നല്ലേ. അതേപോലെ തന്നെ ന്യൂട്രോണിനാണ് ചാർജും ഇല്ല. ചാർജ് ഇല്ലാത്ത ഒരു ന്യൂട്രോണും ചാർജ് ഉള്ള ഒരു പ്രോട്ടോണും തമ്മിൽ എങ്ങനെ അടുത്തിരിക്കും? ഇനി ചാർജ് ഇല്ലാത്ത 2 ന്യൂട്രോണുകൾ തമ്മിൽ എങ്ങനെ അടുത്തിരിക്കും? മനസ്സിലായോ? ഇവരെല്ലാം അടുത്ത് കമ്പൈൻ ചെയ്ത് ബൈൻഡ് ചെയ്തിരുന്നാൽ മാത്രമേ ഒരു ന്യൂക്ലിയസ് ഫോം ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാകേണ്ടത്, ഇവരുടെയൊക്കെ റിപ്പൾസീവ് ഫോഴ്സിനെയൊക്കെ എതിർക്കുന്ന അല്ലെ ഓവർകം ചെയ്യാൻ കഴിവുള്ള ഒരു ഫോഴ്സ് ആണ് ആ ന്യൂക്ലിയർ ഫോഴ്സ്. അതുകൊണ്ടാണ് ഇവരൊക്കെ എന്ത് ചെയ്യുന്നത്, അടുത്തിരിക്കുന്നത്. ഇവർ റിപ്പൽ ചെയ്തിട്ടും 75 പ്രോട്ടോൺ ഒക്കെ ഒരുമിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റിപ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വേറെ ലെവൽ ഇതായിരിക്കും. അതിനെ ഓർക്കാം. അപ്പം അത് അടുപ്പിച്ചിരിക്കാൻ കഴിവുണ്ടെങ്കിൽ അതിനേക്കാളും ഒരു 10 മടങ്ങ് കൂടുതലായിട്ടുള്ള ഒരു ന്യൂക്ലിയർ ഫോഴ്സ് അതിനകത്തുണ്ടായിരിക്കും. അതാണ് ഈ ന്യൂക്ലിയർ ഫോഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും ചേരാൻ പറ്റാത്ത ആൾക്കാർ തമ്മിൽ ചേർത്ത് വെക്കാൻ വേണ്ടി ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്ന സാധനം അവിടെ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് കാണാം ന്യൂക്ലിയർ ഫോഴ്സിനെ. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കാം, അതിനെപ്പറ്റി ഒന്ന് എഴുതിയേക്കാം, എഴുതിക്കോളൂ. നമുക്ക് പഠിക്കാനുള്ള ന്യൂക്ലിയർ ഫ്യൂഷനേ ഉള്ളൂ. എന്നാലും ന്യൂക്ലിയർ ഫോഴ്സ് അതിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ന്യൂക്ലിയർ ഫോഴ്സ് എന്നൊരു ഹെഡിങ് കൊടുക്കാം. ന്യൂക്ലിയർ ഫോഴ്സ് എന്നൊരു ഹെഡിങ് കൊടുക്കാം. This force acts between the proton and neutron, protons and neutrons of atom, of an atom. This force binds these nucleons together inside the nucleus. This force exists between a proton and another proton, comma, a proton and a neutron, and between neutrons. ഓക്കെ. അതായത് ഒരു പ്രോട്ടോണും അനദർ പ്രോട്ടോണിന്റെ ഇടയ്ക്ക് ഇവർ തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. അതായത് പ്രോട്ടോണും ന്യൂട്രോണും തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും, ന്യൂട്രോൺസും തമ്മിൽ എന്തുണ്ടാവും, ഫോഴ്സ് ഉണ്ടാവും. ഈ ഫോഴ്സ് എല്ലാം എന്താ, ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. നമുക്കറിയാം ഇവർക്കൊക്കെ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ട്. ഇനിയും ഈ ന്യൂട്രോണും തമ്മിൽ എന്ത് ഫോഴ്സ് ആണെന്ന് പോലും നമുക്കറിയത്തില്ല. കാരണം ന്യൂട്രോൺ ചാർജ്ലെസ് ആണ്. ഈ ചാർജ്ലെസ് ആയിട്ടുള്ള ആളിന്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ഫോഴ്സ് എന്താണെന്ന് അറിയത്തില്ല, നാച്ചുറൽ. പക്ഷെ അവരെയും നമ്മൾ ഒട്ടിച്ചു വെക്കുവാണ്. എന്ത് ഫോഴ്സ് ഉപയോഗിച്ചാ?
ഈ ന്യൂക്ലിയർ ഫോഴ്സ് ആണ് അതിന് കാരണം, അല്ലെങ്കിൽ ചേർത്ത് നിർത്താൻ, ബൈൻഡ് ചെയ്ത് നിർത്താൻ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ന്യൂക്ലിയർ എനർജിനെ പറ്റി പഠിക്കാം. ഇത് ന്യൂക്ലിയർ ഫോഴ്സ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. അടുത്ത ന്യൂക്ലിയർ എനർജിനെ പറ്റി പഠിക്കാം. ന്യൂക്ലിയർ എനർജിനെ പറ്റി പഠിക്കാം. നമുക്ക് എനർജി ഒരു ഡോട്ട് ഇട്ട് എഴുതാം. എനർജി ഒബ്റ്റെയിൻഡ് എനർജി ഒബ്റ്റെയിൻഡ് ഫ്രം the nucleus is called nuclear energy. ന്യൂക്ലിയസിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന എനർജിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ഡോട്ട് ഇട്ടിട്ട് എനർജി can be obtained from nucleus in two ways. രണ്ട് രീതിയിൽ നമുക്ക് എനർജി ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഒന്ന് എന്ന് പറയുന്നത് breaking heavy nucleus into two relatively lighter nucleus. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയും. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയും. ഓക്കെ ആണല്ലോ. ഇനിയും രണ്ടെന്ന് എഴുതിയിട്ട് കമ്പൈനിങ് ടു lighter nucleus to form a heavier nucleus. അതിനെ നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയും. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയും. ഇത് രണ്ടെണ്ണം ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ തീരും. ഇത് രണ്ടെണ്ണം കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് എഴുതിക്കോളൂ, ഇത്ര എഴുതിക്കോളൂ. കുറച്ചുകൂടെ ഉള്ളൂ. ഒരു മാക്സിമം ഒരു 20 മിനിറ്റ് അതിനപ്പുറം പോകത്തില്ല. 15 മിനിറ്റ് തീർക്കാം. എഴുതിക്കോ. ഓക്കെ, ഇനി ഹെഡിങ് എഴുതിക്കോളൂ. ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ ആയിരിക്കും. ഹെഡിങ് എഴുതാം. ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ. ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷനകത്ത് ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതേണ്ടത് nuclear reaction in which breaking a heavy nucleus into two relatively lighter nuclei. അതായത് നമുക്കറിയാം, നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ, നമ്മൾ അതിനുവേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ് എന്ന് പറയുമ്പോൾ ഒരു ന്യൂക്ലിയസ് തന്നെ ഇങ്ങനെ ഇരിക്കുവാന്ന് വിചാരിച്ചു. ഒരു ഹെവി ന്യൂക്ലിയസ്. ഞാൻ ചുമ്മാ ഒരു പൂ പോലെ ചുമ്മാ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇത് എന്താ, ഒരു ന്യൂട്രോൺ വന്നിട്ട്, ഇതൊരു ന്യൂട്രോൺ ആണ്. ഈ ന്യൂട്രോണിനെ കൊണ്ടുപോയിട്ട് ഈ ന്യൂക്ലിയസിലോട്ട് കൊണ്ടിടിപ്പിക്കുക.
ഈ ന്യൂട്രോണിലോട്ട് ന്യൂട്രോൺ കൊണ്ട് ഈ ന്യൂക്ലിയസിലോട്ട് കൊണ്ടിടിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് ഹെവിയർ ന്യൂക്ലിയസ് ആണ്, ഹെവിയർ ന്യൂക്ലിയാണ്. അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും അറിയോ? രണ്ട് ലൈറ്റർ ന്യൂക്ലിയ ആയിട്ട് മാറും. അതായത് ഇത് ലൈറ്റർ ന്യൂക്ലിയാണ്. ഇതും എന്ത് തന്നെയാണ്? ലൈറ്റർ ന്യൂക്ലിയാണ്. ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു എന്താണ് ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇത് പടം ഒന്ന് വരയ്ക്കണം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനിയും almost all nuclear fission reaction are neutron induced reaction. ന്യൂട്രോൺ കൊണ്ടിടിപ്പിച്ചിട്ടാണ് അത് നടത്തുന്നത്. ന്യൂട്രോൺ ഇൻഡ്യൂസ്ഡ് റിയാക്ഷൻ. ഓൾമോസ്റ്റ് എല്ലാ ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷനും ഈ ന്യൂട്രോൺ ഇൻഡ്യൂസ്ഡ് ആണ്, ന്യൂട്രോൺ കൊണ്ടിടിപ്പിച്ചിട്ടാണ് ഫിഷൻ നടത്തുന്നത്. അതേപോലെ തന്നെ ഈ ഫിഷൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് രണ്ട് ചെറിയ ന്യൂക്ലിയസ് ഉണ്ടാകുന്ന സമയത്ത് ഹൈ എമൗണ്ട് ഓഫ് എനർജി ആയിരിക്കും പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത്. അപ്പൊ അതും കൂടി എഴുതിയേക്കാം. ഹൈ എമൗണ്ട് ഓഫ് എനർജി ഈസ് റിലീസ്ഡ്. അപ്പം നമ്മൾ ഇതിന്റെ ഒരു എക്സാമ്പിൾ പഠിക്കാനുണ്ട് നമുക്ക്. നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? യുറേനിയം 23892 എന്ന് പറയുന്ന ഒരു ടാർജറ്റ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിലോട്ടാണ് എന്തുകൊണ്ട് ഇടിപ്പിക്കാൻ പോകുന്നത്? ഒരു ന്യൂട്രോണെ റെപ്രസെന്റ് ചെയ്യുന്നത് 10 ഇങ്ങനെയാണ് അല്ലെ? ഇത് ഇടിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും അറിയാമോ? ഇവിടെ ആദ്യം ഇതെന്തായിട്ട് മാറും? യുറേനിയം 92, യുറാനിയത്തിന്റെ ഒരു ഐസോടോപ്പ് ആണ് 235 ആണ് ഇത് കേട്ടോ. ഇത് 88 അല്ല, 235 ആണ്. 235 92. അപ്പൊ എന്ത് ചെയ്യും? ഒരു ന്യൂട്രോണിന്റെ ഒരു ഇതും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് 236 ആയിട്ട് മാറും. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയാമോ? ഇത് രണ്ട് ന്യൂക്ലിയസ് ആയിട്ട് സ്പ്ലിറ്റ് ആവുക ചെയ്യുന്നത്. ഒന്ന് ബേരിയം 56 144, അതേപോലെ തന്നെ ക്രിപ്റ്റോൺ Kr 36 89 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതിന്റെ കൂടെ 3 ന്യൂട്രോൺ കൂടെ പുറത്തെയാളും. 3 ന്യൂട്രോൺ, അതായത് 0 1 അങ്ങനെ 3 എണ്ണം, പ്ലസ് അതിന്റെ കൂടെ ഏകദേശം ഒരു 200 MeV എനർജി, അതായത് 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജിയും കൂടെ പുറത്തെയാണ്. അതായത് നിങ്ങൾ ഓർക്കേണ്ടത്, ഒരു ടാർജറ്റ് ന്യൂക്ലിയസിലോട്ട് ഒരു ന്യൂട്രോൺ കൊണ്ട് ഇടിപ്പിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള കണ്ടീഷനിൽ ഒരു യുറാനിയത്തിന്റെ ഒരു ഐസോടോപ്പ് ഉണ്ടാകും. അത് പെട്ടെന്ന് തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ബേരിയവും ക്രിപ്റ്റോണുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ചെറിയ രണ്ട് ന്യൂക്ലിയസ് ആയി ഫിഷൻ നടന്നു ഇല്ലേ? ഇനി അതിന്റെ കൂടെ 3 ന്യൂട്രോണും അതേപോലെ തന്നെ 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജിയും അതിന്റെ കൂടെ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, ഇത് നമുക്ക് കൺട്രോൾഡ് ആയിട്ട്, എന്നിട്ട് ഈ 3 ന്യൂട്രോൺ ഉപയോഗിച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യാം? ആ 3 ടാർജറ്റ് ന്യൂക്ലിയസ് ഇടിപ്പിച്ച് കഴിഞ്ഞിട്ട് അവിടെ 3 6 9 ന്യൂട്രോണിനെ പുറത്തേക്ക് ചാടിക്കാൻ പറ്റും. ഓക്കെ, ആ 9 ന്യൂട്രോൺ ഉപയോഗിച്ചിട്ട് 9 ടാർജറ്റ് ന്യൂക്ലിയസ് ഇടിപ്പിച്ച് കഴിഞ്ഞാൽ 9 3 27 ന്യൂട്രോൺ പുതിയതുണ്ടാവും. ആ 27 എണ്ണം പോയിട്ട് 27 ടാർജറ്റെ പോയി ഇടിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഇത് അൺകൺട്രോൾഡ് റിയാക്ഷൻ. ഇങ്ങനെയാണ് ആറ്റം ബോംബ് റിലീസ് ചെയ്യുമ്പോൾ നടക്കുന്നത്. ആറ്റം ബോംബ് റിലീസ് ചെയ്യുമ്പോൾ ഒരു യുറാനിയം എന്താണ് ടാർജറ്റ് ന്യൂക്ലിയസിലോട്ട് കൊണ്ട് ഒരു ന്യൂട്രോണെ കൊണ്ടിടിപ്പിക്കുമ്പോൾ ഇത് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ഫ്രാഗ്മെന്റ് ആവും. അത് ചെന്ന് വീഴുമ്പോൾ അതിന്റെ കൂടെ 3 ന്യൂട്രോണും കൂടെ പുറത്ത് ചാടുക. അപ്പൊ ഇത് പൊട്ടിത്തെറിക്കും, ഇത്ര എനർജി പുറത്തോട്ട് വരും ഇല്ലേ? ഈ 3 ന്യൂട്രോൺ അവിടെ ഉണ്ടായ വീണ്ടും ന്യൂക്ലിയസ് ഉണ്ടല്ലോ, ഇഷ്ടത്തിന് ന്യൂക്ലിയസ് ഉണ്ട്. ഇതിപ്പോ ഒരെണ്ണത്തിന്റെ കാര്യം പറഞ്ഞത്, ഒരു ടാർജറ്റ് ന്യൂക്ലിയസിന്റെ കാര്യം പറഞ്ഞത്. കോടിക്കണക്കിന് ടാർജറ്റ് ന്യൂക്ലിയസ് ഉണ്ടാവും. അപ്പൊ അവിടെ നിന്ന് ഉണ്ടാകുന്ന 3 ന്യൂട്രോൺ വീണ്ടും പോയിട്ട് എന്ത് ചെയ്യും? 3 ടാർജറ്റ് ന്യൂക്ലിയസിൽ പോയി ഇടിച്ചിട്ട് 9 ന്യൂട്രോൺസ് ഫോം ചെയ്യും. ആ 9 ന്യൂട്രോൺസ് വീണ്ടും പോയി ടാർജറ്റ് ന്യൂക്ലിയസിൽ പോയി ഇടിച്ചിട്ട് 27 ന്യൂട്രോൺസ് പുറത്തേക്ക് ഇജക്ട് ചെയ്യും. ഒരു ന്യൂക്ലിയസിൽ നിന്ന് ഒരു ന്യൂട്രോൺ ഇടിച്ചപ്പോൾ ന്യൂക്ലിയസിൽ നിന്ന് 3 ന്യൂട്രോൺ പുറത്ത് ചാടി. അപ്പം ഒന്നാലോചിച്ച് നോക്കി, 3 9 ആയി. 9 എന്ന് ഇടിക്കുമ്പോൾ 9 to 3 27 ന്യൂട്രോൺസ് ആണ് പുറത്ത് ചാടുന്നത്. അടുത്ത കൊളീഷൻ എന്ന് പറയുമ്പോൾ ഈ 27 ന്യൂട്രോൺ പോയിട്ട് 27 ടാർജറ്റ് സെല്ലിൽ പോയി ഇടിക്കുമ്പോൾ 27 into 3 എത്രയാണോ അത്രയും ന്യൂട്രോൺസ് അവിടെ പുറത്ത് ചാടും. അതിങ്ങനെ അൺകൺട്രോൾഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. എന്നാൽ ഈ റിയാക്ഷൻ തന്നെ നമുക്ക് ന്യൂക്ലിയർ റിയാക്ടറിൽ എങ്ങനെയാണ് നടത്തുന്നതെന്ന് അറിയാമോ? കൺട്രോൾഡ് ആയിട്ട്. എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ 3 ന്യൂട്രോൺ പുറത്ത് ചാടുമ്പോൾ അത് 2 ന്യൂട്രോണിനെ എന്ത് ചെയ്യുന്ന അറിയാമോ? അടുത്ത ന്യൂക്ലിയസിലോട്ട് പോയി ഇടിക്കാൻ സമ്മതിക്കുന്നില്ല. അവരെ ഇടിക്കുന്നതിൽ നിന്നും അവരെ എന്ത് ചെയ്യും? മാറ്റി, അവരുടെ ദിശ മാറ്റും.
അല്ലെങ്കിൽ ന്യൂട്രോൺ അബ്സോർബേഴ്സ് ഉണ്ട്. ആ ന്യൂട്രോൺ അബ്സോർബേഴ്സ് വെച്ചിട്ട് ആ രണ്ട് ന്യൂട്രോണെ അബ്സോർബ് ചെയ്യും. അതായത് ഇപ്പം ഒരു ന്യൂട്രോൺ പോയിട്ട് ഒരു ന്യൂക്ലിയസ് പോയി ഇടിച്ചു. ഇത് എന്താണ് രണ്ട് ചെറിയ ന്യൂക്ലിയസ് ആയിട്ട് മാറി. അതിന്റെ കൂടെ 3 ന്യൂട്രോൺ പുറത്ത് ചാടി. ഈ 3 ന്യൂട്രോണിൽ ഈ 2 ന്യൂട്രോണിനെ ന്യൂട്രോൺ അബ്സോർബർ വെച്ച് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അടുത്ത ഒരു ന്യൂട്രോണിനെ അടുത്ത ടാർഗറ്റ് ന്യൂക്ലിയസ് പോയി ഇടിക്കത്തുള്ളൂ. മനസ്സിലായോ? അത് വീണ്ടും എന്ത് ചെയ്യും? രണ്ട് ചെറിയ ന്യൂക്ലിയസ് ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ട് അവിടെയും 3 ന്യൂട്രോൺ പുറത്ത് ചാടും. 3 ന്യൂട്രോൺ പുറത്ത് ചാടിയിട്ട് ഈ രണ്ട് ന്യൂട്രോണിനെ എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യും. കൺട്രോൾ ചെയ്തിട്ട് എന്താണ് ഈ ഒരു ന്യൂട്രോണിനെ മാത്രം അടുത്ത ടാർഗറ്റ് പേടിക്കാൻ സമ്മതിക്കും. മനസ്സിലായോ? എന്നാൽ ആറ്റം ബോംബിന്റെ അകത്ത് എന്ത് സംഭവിക്കുന്നു അറിയാമോ? ആറ്റം ബോംബിനകത്ത് സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ന്യൂക്ലിയസ് പോയിട്ട് ഒരു ടാർഗറ്റ് ന്യൂക്ലിയസ് പോയി ഇടിച്ചു. രണ്ട് ഫ്രാഗ്മെന്റ്സ് ഉണ്ടായി. ആ ഫ്രാഗ്മെന്റ്സിൽ നിന്ന് 3 ന്യൂട്രോണും കൂടെ പുറത്ത് ചാടി. ഈ 3 ന്യൂട്രോൺ ഇനി ഇടിക്കാൻ പോകുന്നത് 3 ടാർഗറ്റ് ന്യൂക്ലിയസിലാണ് ഇടിക്കാൻ പോകുന്നത്. ഈ 3 ടാർഗറ്റ് ന്യൂക്ലിയസ് എന്ത് ചെയ്യും? രണ്ട് ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ് ന്യൂക്ലിയസ് ഫ്രാഗ്മെന്റ് ആയിട്ട് മാറും. രണ്ട് ചെറിയ ന്യൂക്ലിയസ് ഫ്രാഗ്മെന്റ് ആയിട്ട് മാറുന്നതിനോടൊപ്പം അവിടെ ഇത് 3 ന്യൂട്രോൺ ഉണ്ടാക്കും, ഇത് 3 ന്യൂട്രോൺ ഉണ്ടാക്കും, ഇതും 3 ന്യൂട്രോൺ ഉണ്ടാക്കും. ഇനിയും 9 ന്യൂട്രോൺ ഉണ്ടായി. ഈ 9 ന്യൂട്രോൺ 9 ടാർഗറ്റ് ന്യൂക്ലിയസിൽ പോയി ഇടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ 9 ടാർഗറ്റ് ന്യൂക്ലിയസിൽ പോയി ഇടിക്കുമ്പോൾ ഒരു ടാർഗറ്റ് ന്യൂക്ലിയസ് 3 ന്യൂട്രോൺ ഉണ്ടാക്കണമെങ്കിൽ 9 ടാർഗറ്റ് ന്യൂക്ലിയസ് 27 ന്യൂട്രോൺ ഉണ്ടാക്കും. ആ 27 ന്യൂട്രോൺ പോയിട്ട് വീണ്ടും എന്ത് ചെയ്യും? അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഹിരോഷിമയും നാഗസാക്കിയും ഒക്കെ ചാമ്പലായി പോയത്. മനസ്സിലായോ? ഹിരോഷിമ നാഗസാക്കി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പൊ ഇന്ത്യയുടെ പകുതി വരും. അതായത് കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, ഗുജറാത്ത്, ഗോവ, ഗുജറാത്തിന്റെ കുറച്ചു ഭാഗം, മധ്യപ്രദേശിന്റെ കുറച്ചു ഭാഗം, ഒറീസയുടെ കുറച്ചു ഭാഗം, ഛത്തീസ്ഗഡിന്റെ കുറച്ചു ഭാഗം, അത്രയും ഭാഗം കത്തി നശിച്ചു പോകും. മനസ്സിലായോ? കേരളത്തിൽ ഒരു ആറ്റം ബോംബ് ഇട്ട് കഴിഞ്ഞാൽ. കാരണം ഹിരോഷിമയും നാഗസാക്കി അത്രയും സ്ഥലം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, അപ്പം ഇപ്പൊ നമ്മൾ ഈ നടത്തുന്ന റിയാക്ഷൻ നമുക്ക് കൺട്രോൾഡ് ആയിട്ടും അൺകൺട്രോൾഡ് ആയിട്ടും നടത്താം. ആറ്റം ബോംബിനകത്ത് അത് അൺകൺട്രോൾഡ് ആയിട്ടാണ് നടക്കുന്നത്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ന്യൂക്ലിയർ റിയാക്ടറിൽ നമുക്ക് ന്യൂക്ലിയർ റിയാക്ടറിൽ നിന്ന് ഈ ഉണ്ടാകുന്ന എനർജി ഉണ്ടോ? ഈ ഉണ്ടാകുന്ന എനർജി ഉപയോഗിച്ചിട്ട് ടർബൈൻ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ഇപ്പൊ ഇവിടെ ഏറ്റവും അടുത്തുള്ളത് മീനപ്പക്കം എന്ന് പറയുന്ന ഒരു അടുത്തുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ താപനിലയങ്ങളുണ്ട്. കായംകുളത്ത് ഒരു താപനിലയുണ്ട്. ഇവിടെ എല്ലാം ഈ പ്രോസസ്സ് വെച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ടോ എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള നിങ്ങൾക്ക് ഇതില്ല, ന്യൂക്ലിയർ റിയാക്ടർ പഠിക്കാനില്ല. ICC-കാർക്ക് പഠിപ്പിച്ചു തരാം കേട്ടോ, സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിച്ചു തരാം. ഇന്ന് പഠിപ്പിക്കുന്നില്ല. ന്യൂക്ലിയർ റിയാക്ടർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, അത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അപ്പൊ അടുത്തത് ഒരു കാര്യം ചെയ്തോ, ന്യൂക്ലിയർ ഫ്യൂഷനും കൂടെ എഴുതിക്കോ. അത് എഴുതി കഴിഞ്ഞാൽ ചാപ്റ്റർ തീർന്നു. ന്യൂക്ലിയർ ഫ്യൂഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ. ഒരു ഡോട്ട് എഴുതുക. റിയാക്ഷൻ ഇൻ വിച്ച് two or more lighter nuclei combines to form to form a heavier nuclei. ഇതാണ് നമ്മുടെ എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഇനി in stars and sun most of their energy comes from fusion reaction. അടുത്തത് ഡോട്ട് എഴുതുക. These reaction occurs in elements having low atomic number such as hydrogen. രണ്ട് ഹൈഡ്രജൻ കമ്പൈൻ ചെയ്തിട്ട് ഹീലിയം ആകുന്ന പ്രോസസ്സ് കൊണ്ടാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. എന്താണെന്നറിയോ? സൂര്യനിലതാ നടക്കുന്നത്. മനസ്സിലായോ? നമ്മൾ ഇന്ന് ജീവിക്കുന്നതിന് കാരണം ഏറ്റവും, അതായത് നമ്മുടെ എനർജി സോഴ്സിന്റെ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഘടകം സണ്ണാണ്. സൺ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാന്റ്സ് ഒന്നും വളരത്തില്ല. മനസ്സിലായോ? അപ്പൊ അത് ക്ലോറോഫിൽ നമുക്കറിയാലോ, ഫോട്ടോസിന്തസിസിന്റെ ഏറ്റവും
ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു റിക്വയർമെന്റ് ആണ് സൺലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും ഇവിടെയും ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി ഈസ് റിലീസ്ഡ്. അത് നമുക്കറിയാലോ, സൂര്യനിൽ നിന്ന് എത്ര എനർജിയാണ് പുറത്തേക്ക് വരുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി ഈസ് റിലീസ്ഡ്. ഇനി അടുത്തത് ഇൻ സൺ two proton combines to form helium with the release of huge amount of with the release of heat and light. അപ്പൊ നമുക്കറിയാം, രണ്ട് പ്രോട്ടോണിനെ കമ്പൈൻ ചെയ്യിപ്പിച്ചിട്ട് എന്താണ് ഒരു രണ്ട് ഹൈഡ്രജനെ കമ്പൈൻ ചെയ്തിട്ട് ഹീലിയം ആക്കണമെങ്കിൽ അവിടെ ഒരു ഹ്യൂജ് എനർജി റിക്വയർമെന്റ് വേണം, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് ഒരു എനർജി കൊടുത്താൽ മാത്രമേ അത് നടക്കുകയുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒന്ന് നോക്കിക്കോ, ഒരു ഡോട്ട് എഴുതി. പ്രോട്ടോൺസ് ഹാവ് പോസിറ്റീവ് ചാർജ് and when they combine they will experience high electrostatic repulsion, electrostatic force of repulsion. ശരിയല്ലേ? രണ്ട് പ്രോട്ടോൺ കമ്പൈൻ ചെയ്യുമ്പോൾ പോസിറ്റീവ് ചാർജ് അടുത്ത് വരുന്ന സമയത്ത് ഹ്യൂജ് റിപ്പൾഷൻ അനുഭവപ്പെടുന്നു അല്ലേ? ഇത് ഓവർകം ചെയ്യാൻ വേണ്ടി in order to overcome those coulombic force high temperature is required. So nuclear fusion reactions are also called thermonuclear reaction. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ രണ്ട് പ്രോട്ടോൺ കമ്പൈൻ ചെയ്ത് ഹീലിയം ആണോ എന്നുണ്ടെങ്കിൽ ആ പ്രോട്ടോൺ കമ്പൈൻ ചെയ്യിക്കാൻ വേണ്ടി വെളിയിൽ നിന്ന് ഒരു എനർജി കൊടുക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, അത് കമ്പൈൻ ചെയ്താലല്ലേ സൂര്യൻ എനർജി പ്രൊഡ്യൂസ് ചെയ്യും? ഒരിക്കലും അല്ല. കാരണം ന്യൂക്ലിയർ ഫ്യൂഷൻ കൊണ്ട് മാത്രമല്ല സൂര്യനിൽ എനർജി ഉണ്ടാകുന്നത്, വേറെ പല ഫാക്ടറുകളുണ്ട്. അപ്പൊ ആ ഫാക്ടറികളിൽ നിന്നൊക്കെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിനും കൂടെ ഉപയോഗിക്കുന്നുണ്ട്? ഇവിടെ ഈ ഹൈഡ്രജൻ രണ്ടെണ്ണം ചേർത്ത് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയുടെ സഹായത്താൽ നടക്കുന്ന ഫ്യൂഷൻ റിയാക്ഷൻ ആയതുകൊണ്ടാണ് അതിനെ തെർമോന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. തെർമോ മീൻസ് ടെമ്പറേച്ചർ ഗൈഡഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ എന്നുള്ള കാര്യം കൂടെ ആലോചിക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇനിയിപ്പം ഈ എനർജി ജനറേഷൻ ഇൻ സൺ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. അത് നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ചെങ്കിൽ മാത്രം പഠിച്ചാൽ മതി. അല്ലെങ്കിൽ ഞാൻ റിവിഷൻ